കോട്ടയം ഇല്ലിക്കൽ കല്ലിൽ കയറി യുവാക്കളുടെ സാഹസികത. ഒരാഴ്ച മുമ്പ് ഒരു യുവാവിന് ഇവിടെ നിന്നും വീണ് പരിക്കേറ്റിരുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി കുടിച്ചിരുന്നു. സനോജ്, ഈ യുവാക്കൾ അവിടെ കുടുങ്ങുകയാണോ അതോ സാഹസികത കഴിഞ്ഞ് അവർക്ക് ഇറങ്ങാനായോ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? അജിംഷാദ്, ഇല്ലിക്കക്കല്ല് എന്ന് പറയപ്പെടുന്നത് പ്രകൃതി മനോഹാരിത നിറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. പൂഞ്ഞാറിന്റെ ഭാഗമായിട്ടുള്ള ഇടത്താണ് ഈ ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഈ പ്രകൃതി രമണീയത കാണാൻ നിരവധി ആളുകളാണ് ദിനം പ്രതി എത്തുന്നത്. ഒപ്പം തന്നെ സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരും അവിടേക്ക് എത്താറുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രവേശന കവാടത്തിന് പുറമെ ഇതിന്റെ പിൻഭാഗത്തോടെ മറ്റൊരിടത്തേക്ക് കൂടി എത്തിയ ഈ ഇല്ലിക്കക്കല്ലിന്റെ ഏറ്റവും അടുത്ത പ്രദേശത്ത് എത്താൻ പറ്റും. അങ്ങനെ സാഹസികത ഇഷ്ടപ്പെടുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ എത്തിയ 2 പേരാണ് ഇന്ന് ഇല്ലിക്കക്കല്ലിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്നത് കാണാൻ കഴിഞ്ഞത്. ഇത് അവിടെ സഞ്ചാരത്തിനായി എത്തിയ മറ്റ് ആളുകൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു. പുലർച്ചെയായിരുന്നു ഈ സംഭവം. പിന്നീട് അവർ ഇതിന്റെ മുകളിൽ കയറി നിലയുറപ്പിച്ചതിന് ശേഷം 2 പേരും മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർ കുടുങ്ങുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു വലിയ അപകടം പിടിച്ച ഒരു സാഹസിക യാത്ര തന്നെയാണ്. കാരണം കാലൊന്ന് വഴുതിയാൽ വലിയ കൊക്കയിലേക്ക് വീണ് പരിക്കേൽക്കാനുള്ള സാഹചര്യങ്ങൾ പോലുമുണ്ട്. മുൻപ് ഇവിടെ നിരവധി തവണ അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കർശന നിയന്ത്രണമുണ്ട് ഈ പ്രദേശത്തേക്ക് കയറുന്നതിന്. ആ നിയന്ത്രണമൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. എങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ ഇത്തരത്തിൽ സമാനമായ സാഹസിക യാത്ര നടത്തിയ ഒരു യുവാവിനെ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ മറ്റ് 2 യുവാക്കൾ ഇന്ന് സാഹസികമായ യാത്ര നടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അജിംഷാദ്, തീർച്ചയായും സനോജ് സുരേന്ദ്രനാണ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ നൽകിയത്. കണ്ടാസ്വദിക്കേണ്ട വളരെ അപകടകരമായ ആ മലയിലേക്ക് അല്ലെങ്കിൽ ആ പാറക്കെട്ടിലേക്ക് കയറിപ്പോകുന്നു, അതിൻ്റെ നെറുകയിലെത്തുന്നു. ആ ദൃശ്യങ്ങൾ വളരെ ഭയാനകമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഒരു യുവാവിന് മറ്റൊരു യുവാവിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ യുവാക്കൾ അവർ പക്ഷേ അപകടമില്ലാതെ ഇറങ്ങി, പക്ഷേ എന്നാൽ പോലും അത് വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.